ഇന്ന് നമുക്ക് 2 ഗസ്റ്റ് ഉണ്ട്. വേഗം ബീഫും ചിക്കനും ഞാൻ ഓർഡർ ചെയ്തു. ബീഫ് വേവിക്കാനുള്ള ഇഞ്ചിയും പച്ചമുളകാണ്. ബീഫ് കഴുകി കുക്കറിലിട്ട് മഞ്ഞപ്പൊടി, ഉപ്പ്, ചതച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുക്കറിൽ വേവിക്കാണ്. ഗരം മസാല കഴിഞ്ഞിരിക്കുകയായിരുന്നു. ഞാനത് ചൂടാക്കി പൊടിച്ചെടുത്തു. ചിക്കനെ വറക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ മഞ്ഞപ്പൊടി, ഉപ്പും, മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കാണ്. ബീഫ് വന്നപ്പോൾ കായും കൂടി ഇട്ട് ഞാൻ വേവിക്കാൻ വെച്ചു. ബീഫും കായും ഇട്ടിട്ടേ വറുത്തരച്ച് കറിയാണ് കേട്ടോ വെക്കണേ. അപ്പൊ അതിനുള്ള തേങ്ങയും കൂടി പൊതിച്ചെടുത്തു. തേങ്ങ ചിരവണ മടിക്ക് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാണ്. ഇനി തേങ്ങേനെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ്. തേങ്ങ വറുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ വെളിച്ചെണ്ണയിൽ തന്നെ സവോളയും പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടി നല്ലോണം വഴറ്റി റെഡി ആക്കിയിട്ട് ഞാൻ അതിലേക്ക് വറുത്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഫ്രൈ അങ്ങനെ റെഡി ആവും. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല നേരത്തെ പൊടിച്ചതുണ്ടായല്ലോ, അതും കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കൻ ഫ്രൈ റെഡി. അങ്ങനെ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് സവോളയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി വേവിച്ച് ചേർന്ന ബീഫും കായിട്ട് പിന്നെ നമ്മുടെ അരപ്പൊക്കെ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് ചെറിയുള്ളിയും കുറച്ച് ഗരം മസാലയും മുളക് പൊടിയൊക്കെ ഇട്ട് ഇളക്കി അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായി. പിന്നെ കടയിലൊക്കെ പോയി വന്ന് ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. നല്ല പച്ചപ്പയറും കിട്ടിയായിരുന്നു. അപ്പൊ അതും റെഡിയാക്കി, സെർലാസ് ഒക്കെ റെഡിയാക്കി, പിന്നെ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ യാത്ര കഴിഞ്ഞ് സണ്ണിചേട്ടനും അവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ എംഫോട്ടെക്കിലെ ജിയോനും പ്രവീണും ആയിരുന്നു കേട്ടാ. അങ്ങനെ അവർ ഫുഡ് കഴിക്കുകയാണ്. അപ്പൊ കുറച്ച് സമയത്തിനുള്ളിൽ എനിക്ക് പറ്റണ പോലൊക്കെ കുക്കിംഗ് ഒക്കെ ഞാൻ ചെയ്തു. അപ്പൊ ചിക്കൻ ഫ്രൈയും പിന്നെ ബീഫ് കായയും പിന്നെന്താ സെർലാസും അച്ചാറും പയറുപ്പേരിയൊക്കെ കൂട്ടി അങ്ങനെ അവർ ഫുഡ് കഴിക്കുകയാണ്. അപ്പൊ എൻ്റെ കൊച്ചു ലഞ്ച് വിശേഷങ്ങളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.